ഈ അർജുൻ ആയങ്കയെയും CPIM-നെയും ബന്ധപ്പെടുത്തുവാൻ നടത്തുന്ന ഗൂഢാലോചന അല്ലെങ്കിൽ ആസൂത്രിത ശ്രമം. തമാശ പറയല്ലേ തമാശ അല്ല കേശവ. ആ ശ്രമം സർക്കാരിന്റെ ഭരണകൂട വീഴ്ചകളിൽ നിന്ന് ശ്രദ്ധയെ തിരിക്കുവാനാണ് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നാട്ടുകാരുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി അല്ലേ? ഇന്ന് നമ്മുടെ സംസ്ഥാനം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന രണ്ട് വിഷയങ്ങൾ എന്തൊക്കെയാണ്? എന്താ പ്രശ്നം? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, നമ്മുടെ ഈ കേരളത്തിന്റെ സൈന്യം എന്ന് പറയുന്ന മത്സ്യത്തൊഴിലാളികൾ, അതൊന്നും എനിക്കറിയാൻ മേല. അവരെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ അഭിമാനിച്ചിരുന്ന, അവരുടെ സേവനത്തെ വാനോളം പുകഴ്ത്തിയിരുന്ന നമ്മൾ, അവരുടെ ഒരു ദുരിതകാലത്ത് കടലിൽ അകപ്പെട്ടു പോയ മത്സ്യത്തൊഴിലാളികളെ തിരിച്ചെത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഒരു തരത്തിലുള്ള സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നില്ല എന്ന പരാതി വ്യാപകമായി ഉയർന്നു വരികയും മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ആകെ പ്രതിഷേധം, കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ആകെ പ്രതിഷേധം ഗവൺമെന്റിനെതിരെയും തിരിയുകയും ചെയ്ത അവസരത്തിലാണ് ഇത്തരം ഒരു വെല്ലുവിളി കേസ് ഒരു വലിയ സംഭവമായി അവതരിപ്പിച്ച് അവൻ പറഞ്ഞതിനും കാര്യമുണ്ട്. എന്ത് കാര്യം? ആ സംഭവത്തെ കേരളത്തിലെ ദൃശ്യ മാധ്യമങ്ങളുടെ മുൻപാകെ വീരപരിവേഷം അദ്ദേഹത്തിന് കൊടുത്ത് ഇതൊരു ചർച്ചാ വിഷയമാക്കി ഉയർത്തി സർക്കാരിന്റെ മറ്റു വിഷയങ്ങളിലെ പിടിപ്പുകേട് മറയ്ക്കുവാൻ നടത്തുന്ന ശ്രമമാണിത്. VD സതീശൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തിയ ഹെലികോപ്റ്റർ യാത്രയുമായി ബന്ധപ്പെട്ട്, അദ്ദേഹം കണ്ട ഇൻവെസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട്, മത്സ്യത്തൊഴിലാളികളുടെ അവരെ കാണാതായതുമായി ബന്ധപ്പെട്ട്, ഇങ്ങനെ നിരവധിയായ വിഷയങ്ങൾ, TG മോഹൻദാസ് എന്ന് പറയുന്ന വ്യക്തി നടത്തിയ അധിക്ഷേപ പരാമർശത്തെ സംബന്ധിച്ച് TG മോഹൻദാസ് പറഞ്ഞ വൃത്തികേടാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഇപ്പൊ കസ്റ്റഡി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വൃത്തികേട് പറഞ്ഞ വേറൊരാളുണ്ട്. ഈ പറയുന്ന സ്ത്രീവിരുദ്ധ പരാമർശം പറഞ്ഞ് നിങ്ങളുടെ മണിയാശൻ എന്ത് നടപടിയാണ് നിങ്ങൾ എടുത്തത്? അദ്ദേഹത്തിനെതിരെ നിങ്ങളുടെ ഗവൺമെന്റ് എന്താണ് എടുത്തത്? നിങ്ങൾ എന്താണ് എടുത്തത്? അപ്പോ ഈ ചാനൽ സ്റ്റോറി വന്നിട്ട് ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസ് പരാതിയൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ, ആ പരാതിയൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ, ഇപ്പൊ വേണേൽ നടപടി എടുക്കാമല്ലോ. അതെ, അതെടുക്കാനുള്ള ആംബിയുള്ള ഗവൺമെന്റ് ഇന്ന് പിന്നെ കേരളം ഭരിക്കുന്നത് വിനോദ്. അതിനകത്ത് യാതൊരു സംശയമില്ല. ഈ ക്രിമിനലുകളൊന്നും വളർന്നു വന്ന പ്രസ്ഥാനമല്ല ഇന്ന് കേരളം ഭരിക്കുന്നത്. കേരളത്തിൽ ആംബിയറും നട്ടലുമുള്ള ഭരണാധികാരികളാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. ഒരു കോട്ട് ഇടാൻ പാടില്ലേ? അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. പിന്നെ അദ്ദേഹം എന്താണ് പറയുന്നത്? ആ രീതിയിലേക്ക് പൊക്കോണ്ടിരിക്കുന്നവരാണ് ഇപ്പൊ അർജുൻ ആയങ്കിയെ പറ്റി പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ എന്തോ വീഴ്ചയാണ് എന്ന് പറയുന്നത്. ഈ ആയങ്കി അല്ല, അതിനേക്കാൾ വലിയവനായാൽ പോലും ഈ ഞങ്ങളുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ച്, ഈ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഒരു വലിയ കാര്യമൊന്നുമല്ല. സമ്മതിച്ചിരിക്കുന്നു, ചങ്കുറപ്പുള്ളവനാണ് നീ. കൊടുക്കൈ ഇന്ന് പോസ്റ്റ് ഇടുന്നവൻ അല്ലെങ്കിൽ നാളെ പോസ്റ്റ് ഇടുന്നവൻ അവൻ ക്രിമിനൽ ആണെങ്കിൽ അവനെ അടുത്ത ദിവസം തന്നെ പിടിക്കും. അത് ഉറപ്പാ. കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഈ നാട് ചർച്ച ചെയ്യേണ്ട, ഈ നാടിനെ ബാധിക്കുന്ന നിരവധിയായ വിഷയങ്ങളുണ്ട്. ക്ലാസ് എടുക്കാതെ കാര്യം പറയടാ. ഈ വിഷയങ്ങൾ ചർച്ചകളായി ഗവൺമെന്റിനെതിരെ ഉയർന്നു വരുന്നു എന്ന തിരിച്ചറിവിലാണ് ഫേസ്ബുക്കിലൂടെ നടത്തിയ ഒരു വെല്ലുവിളി വലിയൊരു സംഭവമായി എടുത്ത് ആ സംഭവത്തെ പർവ്വതീകരിച്ചെന്ന് പറയുന്നത് വാർത്തകളിലൂടെ പർവ്വതീകരിച്ച് ഒരു ഹീറോ പരിവേഷം നൽകി ആ പരിവേഷത്തിന് ഉടമയായ ആളെ ഞങ്ങൾ മഹാസംഭവമായി കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുന്ന കേരള പോലീസും ചെന്നിത്തലയുടെ പോലീസും 11 ദിവസം കഴിഞ്ഞിട്ടാണ് TG മോഹൻദാസ് എന്ന് പറയുന്ന വ്യക്തിയെ ഇന്ന് കസ്റ്റഡിയിൽ എടുക്കാൻ ഇപ്പോൾ തയ്യാറായിട്ടുണ്ടെന്ന് വാർത്തകൾ വരുന്നു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അങ്ങനെ വരാൻ വഴിയുണ്ട്. അത് കേരള പോലീസിന്റെ പിടിപ്പുകേടാണ്. ഇത്തരത്തിൽ ആഭ്യന്തരമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും പോലീസിനെ തന്നെയും വെല്ലുവിളിച്ച് ധൈര്യമുണ്ടെങ്കിൽ പിടിക്കുക എന്ന് പറഞ്ഞ് നടന്ന ഒരു കുറ്റവാളിയെ പിടിക്കാൻ ഇത്രയും ദിവസം നിങ്ങൾക്ക് വേണ്ടി വന്നുവെങ്കിൽ കേരള പോലീസ് തല താഴ്ത്തുക തന്നെ വേണം. അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ നിൽക്കില്ല. ആയങ്കിയാണ് സുഹൃത്തെ പറഞ്ഞത്. ഈ പറയുന്ന ഞാൻ വളർന്നു വന്ന പാർട്ടി ഏതാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണമെന്ന്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. എന്തായാലും അയാൾ വളർന്നു വന്ന പാർട്ടിയും അയാളെ സംരക്ഷിച്ച പാർട്ടിയും ഈ പറയുന്ന കോൺഗ്രസ് പ്രസ്ഥാനമോ മറ്റു പ്രസ്ഥാനങ്ങളൊന്നും അല്ലല്ലോ, നിങ്ങളുടെ പ്രസ്ഥാനം തന്നെ അല്ലേ. അത് ഈ പറയുന്ന കോൺഗ്രസോ അല്ലെങ്കിൽ പോസ്റ്റ് ഇടുന്നവരോ ഒന്നും പറഞ്ഞല്ല, അയാൾ തന്നെയാണ് പറഞ്ഞത് എന്ന് ആ സുഹൃത്ത് മനസ്സിലാക്കുന്നത് ഒന്നാമതായി നന്നായിരിക്കും. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആ പാവപ്പെട്ട പൊതുപ്രവർത്തകന്റെ മുഖത്തേക്ക് 52 വെട്ടികൾ വെട്ടിക്കൊന്ന പ്രതികളുണ്ട്. കൃമാണി മനോജ് ആയാലും ഈ പറയുന്ന കൊടിസുനി ആയാലും MS അനൂപ് ആയാലും അങ്ങനെയുള്ള ക്രിമിനലുകൾ. ആ ക്രിമിനലുകളെ അന്ന് സംരക്ഷിച്ച സംവിധാനത്തിന്റെ പ്രസ്ഥാനത്തിന്റെ പേരെന്താണ്? CPM എന്നല്ലേ. അന്നത്തെ പോലീസ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണ പോലീസ് ആ ക്രിമിനലുകളെ പിടിക്കുവാൻ വേണ്ടി കണ്ണൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ചെന്നപ്പോൾ എത്രത്തോളം ആവേശത്തോടു കൂടിയാണ് നിങ്ങളുടെ പാർട്ടി ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ അവിടുത്തെ ആ പറയുന്ന കൊടും ക്രിമിനലുകളെ സംരക്ഷിച്ചത്. വല്ലാണ്ട് അലുമ്പാക്കരുത്. അവർ വന്നിരുന്നിട്ട് പറയുകയാണ് ഞാൻ വളർന്നു വന്ന പ്രസ്ഥാനം ഇതാണ്, ഞാൻ വളർന്നു വന്നപ്പോൾ എന്നെ സംരക്ഷിക്കുന്ന പ്രസ്ഥാനം ഇതാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തികളെ സംരക്ഷിക്കുന്ന പ്രസ്ഥാനം ഇതാണ് എന്ന് പറയുന്ന ക്രിമിനലുകൾ ഇനി അകത്താകാൻ പോകുന്നേ ഉള്ളൂ എന്നുള്ളത് കൂടിയാണ് എനിക്ക് ഇതിനെ കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്. സന്തോഷായി.